നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടിയായിട്ടുള്ള മഞ്ജു വാര്യരുടെ പിറന്നാൾ ദിനമാണിന്ന്. 47 വയസ്സായിരിക്കുകയാണ് താരത്തിന്. സംഭവ ബഹുലമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന മഞ്ജു പല സ്ത്രീകൾക്ക് ഒരു പ്രചോദനം തന്നെയാണ്. വിവാദങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്നയാളാണ് മഞ്ജു. പ്രശ്ന കലുഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ഇതേക്കുറിച്ച് മാധ്യമങ്ങളിൽ സംസാരിക്കാൻ മഞ്ജു തയ്യാറായില്ല. സിനിമാ രംഗത്ത് ഇന്ന് നിരവധി സുഹൃത്തുക്കൾ മഞ്ജുവിനുണ്ട്. ഇവരിൽ നിന്ന് പലരും പിറന്നാൾ ദിനത്തിൽ മഞ്ജുവിന് ആശംസകൾ അറിയിക്കാറുമുണ്ട്. ഒരു കാലത്ത് മഞ്ജുവിന് മുടങ്ങാതെ പിറന്നാൾ ആശംസ അറിയിച്ചിരുന്ന ഒരാളാണ് കാവ്യ മാധവൻ. അന്ന് കാവ്യ മലയാളത്തിലെ മുൻനിര നായിക നടിയും മഞ്ജു സിനിമാ രംഗം വിട്ട് വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയുമാണ്. മഞ്ജു വാര്യരോട് തനിക്കുള്ള അടുപ്പത്തെക്കുറിച്ച് ഒരിക്കൽ കാവ്യയും സംസാരിച്ചിട്ടുണ്ട്. മഞ്ജു ചേച്ചി കാണുന്നതിന് മുൻപ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനായിരുന്നു എന്നാണ് അന്ന് കാവ്യ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരു സ്ത്രീ, ഭാര്യ, അമ്മ എന്നീ നിലകളിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനാണെന്നും ആ ബന്ധം ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ട്. ഫോണിൽ സംസാരിക്കാറുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചവരാണെന്നും മഞ്ജു ചേച്ചിക്ക് 10-ാം തീയതിയും എനിക്ക് 19-ാം തീയതിയുമാണ് ബർത്ത്ഡേ എന്നും ഞങ്ങളുടെ ബർത്ത്ഡേ ഒരിക്കലും ഞങ്ങൾ മറക്കാറില്ല, വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. കാണുന്നത് വളരെ അപൂർവമാണ്. ഫോണിലുള്ള ബന്ധം എപ്പോഴുമുണ്ട് എന്നാണ് കാവ്യ പറഞ്ഞിരുന്നത്. ഞങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായിനെ എന്നും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എന്റെ ചേച്ചിയെ പോലെ ഞാൻ കാണുന്ന ആളാണ് മഞ്ജു ചേച്ചി എന്നായിരുന്നു കാവ്യ മാധവൻ അന്ന് പറഞ്ഞു. തുടർച്ചയായിട്ടുള്ള സിനിമ ചെയ്തില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജനമനസ്സിൽ നിന്ന് താരങ്ങൾ അതിവേഗത്തിൽ തന്നെയാണ് മാഞ്ഞു പോകുന്നത്. എന്നാൽ ചിലർ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് നടി മഞ്ജു വാര്യറും. വിവാഹമോചിതയായിട്ട് 40-നോട് അടുക്കുന്ന സമയത്ത് സിനിമയിലേക്ക് തിരിച്ചു വരിക, നായികാ വേഷങ്ങൾ ചെയ്യാൻ മുതിരുക എന്നത് പലരും പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയ ഒരു ഒന്നാണ്. എന്നാൽ തെല്ലൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും തന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും അവശേഷിക്കുന്നുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മഞ്ജു വീണ്ടും അഭിനയത്തിലേക്ക് എത്തിയത്. മഞ്ജുവിന്റെ ആത്മവിശ്വാസവും പ്രേക്ഷക സപ്പോർട്ടും ഒരുമിച്ച് ചേർന്നപ്പോൾ നടിയുടെ രണ്ടാം വരവ് ഗംഭീരമായി. ഇന്ന് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലാണ് താരം. സ്വന്തം വ്യക്തി ജീവിതം പരസ്യപ്പെടുത്താനോ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്ന തരത്തിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത നടി കൂടിയാണ് മഞ്ജു. പക്ഷേ സിനിമയിൽ വന്ന കാലം മുതൽ എന്നതുപോലെ ഇന്നും ഒട്ടുമിക്ക വിവാദങ്ങളിലേക്കും അനാവശ്യമായിട്ട് മഞ്ജുവിന്റെ പേര് വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സംവിധായകനായിട്ടുള്ള സനൽകുമാർ ശശിധരൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും നടിയുടെ വ്യക്തിജീവിതത്തിലെ സ്വൈരം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു തരത്തിലും കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് സനൽകുമാർ നടിക്കെതിരെ ആരോപിക്കുന്നത്. വിഷയത്തിൽ നിയമപരമായിട്ട് നീങ്ങുകയാണ് നടി. കേസ് ഒരു വഴിക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കഥയെ അറിയാതെ ആട്ടം കാണുന്ന ചിലർ മഞ്ജുവിനെ കമന്റിലൂടെ അധിക്ഷേപിക്കുന്നുണ്ട്. ദിലീപുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷം അമ്മയ്ക്കൊപ്പമാണ് മഞ്ജു. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം കഴിഞ്ഞ ദിവസം മകൾ മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് ലൈക്ക് അടിച്ചത് വലിയ രീതിയിൽ വൈറലായിരുന്നു. കാവ്യ മാധവന്റെ അച്ഛൻ അടുത്തിടെയാണ് മരിച്ചത് എന്നതുകൊണ്ട് തന്നെ ദിലീപും കുടുംബവും ഇത്തവണ ഓണവും ആഘോഷിച്ചിരുന്നില്ല. പക്ഷേ ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. കാവ്യ മാധവന്റെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ ഓണം കളക്ഷന്റെ മോഡലായിരുന്നു മീനാക്ഷി. കേരള സാരിയിൽ വ്യത്യസ്ത ലുക്കിൽ അതീവ സുന്ദരിയായിട്ട് നിൽക്കുന്ന ഫോട്ടോയും ഓണാശംസയ്ക്കും മീനാക്ഷി പങ്കുവച്ചിരുന്നു. അച്ഛന്റെ തന്നെ അവതാരം എന്ന സിനിമയിലെ കുഞ്ചി കുഞ്ചി ചിരിച്ചാൽ എന്ന പാട്ടായിരുന്നു ബിജിഎമായിട്ട് മീനാക്ഷി ഉപയോഗിച്ചിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ വൈറൽ സെലിബ്രിറ്റി കിഡാണ് മീനാക്ഷി. എന്ത് പോസ്റ്റ് ചെയ്താലും നിമിഷ നേരം കൊണ്ട് വൈറലാകും. ഓണം ആശംസ നേർന്ന് എത്തിയപ്പോൾ ആദ്യം ലൈക്ക് അടിച്ചവരിൽ മഞ്ജു വാര്യരും ഉണ്ടായിരുന്നു. എന്നാൽ ആളുകൾ അത് ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായതോടെ ആ ലൈക്ക് പിൻവലിച്ചു. 4.5 വർഷം മുൻപാണ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടും ആരംഭിച്ചത്. 2 വർഷം മുൻപാണ് മഞ്ജു മകളെ ഫോളോ ചെയ്ത് തുടങ്ങിയത്. മീനാക്ഷിയും അമ്മയെ തുടക്കത്തിൽ ഫോളോ ചെയ്തിരുന്നു. എന്നാൽ ആളുകൾ അത് സംസാര വിഷയമാക്കിയതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു. വിവാഹമോചനത്തിന് ശേഷം മകളെ ദിലീപ് വിട്ടു നൽകിയ മഞ്ജു പിന്നീട് മീനാക്ഷിക്കൊപ്പം എവിടെയും പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ഓർമ്മകൾ പങ്കുവെക്കുകയോ മകളെ കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാറില്ല. മകളുടെ വ്യക്തി ജീവിതം മീഡിയയ്ക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കണ്ട എന്ന് കരുതി സ്വകാര്യത നൽകുന്നതുമാകാം. മഞ്ജു ആരെയാണ് ഭയക്കുന്നതെന്നും മകളോട് പരസ്യമായി സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തിനു മടിക്കുന്നു എന്നുള്ള കമന്റുകളുമുണ്ട്. എന്നാൽ അതേസമയം അമ്മയും മകളും പ്രൈവറ്റായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്നും പ്രേക്ഷകരെ അറിയിക്കാത്തതാകുമെന്നും മറ്റു ചിലർ കുറിച്ചു. എന്തായാലും ഇന്ന് മഞ്ജുവിന് വളരെ അതിശയത്തോട് തന്നെയാണ് ആരാധകർ കാണുന്നത്. അതായത് 45 വയസ്സായി എന്നോ അല്ലെങ്കിൽ 25-കാരിയുടെ അമ്മ അറിയുമോ ഈ നിത്യഹരിത നായികയുടെ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് സീക്രറ്റ്സ് എന്നൊക്കെയുള്ള കുറേ ചിട്ടകളും കാര്യങ്ങളും തന്നെയാണ് മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത്.
പണ്ട് ആറാം തമ്പുരാൻ സിനിമയിലെ ലാലേട്ടൻ മഞ്ജുവിന്റെ കഥാപാത്രം ഉണ്ണിമായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതാരാ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ എന്ന്. ശരിക്കും കാവിലെ ഭഗവതി പോലെ തന്നെയാണ് മഞ്ജുവിന്റെ ചില ഭാവങ്ങൾക്ക്. വർഷങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്ന മഞ്ജു ഒന്നൊന്നര തിരിച്ചുവരവാണ് പിന്നീട് നടത്തിയത്. വ്യത്യസ്ത കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി സാമൂഹിക വിഷയങ്ങളിലെ അഭിപ്രായങ്ങൾ പറഞ്ഞും പൊതുവേദികളിൽ സംബന്ധിച്ചും എന്തിന് ഒറ്റയ്ക്ക് ബൈക്ക് പറത്തി കശ്മീർ വരെ റൈഡ് പോകാനും മഞ്ജു മാറിക്കഴിഞ്ഞു. 47 വയസ്സായി എന്ന് മഞ്ജുവിനെ കണ്ടാൽ ആരെങ്കിലും പറയുമോ? 25 വയസ്സുകാരിയായ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ് മഞ്ജു വാര്യർ. 1978 സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ നാഗർകോവിലെ ഗിരിജ വാര്യരുടെയും മാധവ വാര്യരുടെ ഇളയ മകളായിട്ട് മഞ്ജു ജനിച്ചത്. തൃക്കേട്ട നക്ഷത്രകാരി കൂടിയാണ് താരം. ഈ നാളുകാർ നിൽക്കുന്നിടത്ത് ഐശ്വര്യം വന്നു കയറും എന്നാണ് വിശ്വാസം. അതേസമയം മഞ്ജു ഈ പ്രായത്തിൽ എങ്ങനെ ഈ ഒരു യുവത്വം നിലനിർത്തുന്നു എന്നും നിത്യഹരിത നായികയായി ജെൻസി ലുക്കിൽ വിലസുന്നു എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മഞ്ജുവിന്റെ ചില സീക്രട്ടുകൾ നമുക്കൊന്ന് നോക്കിയാലോ. അതായത് ഫിറ്റ്നസിന്റെയും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മഞ്ജു യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. ഒരു ദിവസം പോലും മുടക്കാതെ നൃത്തം, വ്യായാമം ഒക്കെയും ചെയ്യും. ഒരിക്കലും മഞ്ജു തന്റെ ഫിറ്റ്നസ് രീതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയില്ലെങ്കിലും നിരവധി ഘടകങ്ങൾ അവരുടെ ഫിറ്റ്നസിന് പിറകിലുണ്ട്. മുടങ്ങാതെയുള്ള വ്യായാമം എന്ന് പറയുമ്പോൾ മഞ്ജു കൃത്യമായിട്ടുള്ള ഒരു വ്യായാമ രീതി ദിനചര്യയായിട്ട് നിലനിർത്തുന്നതായിട്ടാണ് പ്രിയപ്പെട്ടവർ പറയുന്നത്. അതിൽ കാർഡിയോ, സ്ട്രെങ്ത് ട്രെയിനിങ്, യോഗ പോലുള്ള വ്യായാമങ്ങൾ എന്നിവ മഞ്ജു സ്ഥിരമാക്കാറുമുണ്ട്. അതുപോലെ തന്നെ ആഹാരം കൃത്യമാണ്. അതായത് പോഷകങ്ങൾ അടങ്ങിയ സമീകൃത ആഹാരം, ജങ്ക് ഫുഡ് ഒഴിവാക്കിയ ദിനചര്യകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീനുകൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താറുമുണ്ട്. ഇനി ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ എപ്പോഴും ശ്രമിക്കും. അതായത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വേണ്ടി നന്നായി വെള്ളം കുടിക്കും. അതിനാണ് താരം കൂടുതൽ മുൻഗണന നൽകുന്നത്. അതുപോലെ തന്നെയാണ് മാനസികാരോഗ്യം നിലനിർത്തുന്നതും മഞ്ജുവിന്റെ ദിനചര്യയുടെ ഒരു ഭാഗം തന്നെയാണ്. എന്ത് വിഷയങ്ങളെയും അതിജീവിക്കാൻ അവർ ശ്രമിക്കും എന്നതാണ് അവരുടെ വിജയം. സ്വന്തം സന്തോഷത്തിന് പ്രാപ്യമായതൊക്കെ അവർ ചെയ്യും. പിന്നീടുള്ളത് ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അതായത് ഒരു നിശ്ചിത സമയത്തെ വ്യായാമങ്ങൾക്കപ്പുറം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ സജീവമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് മഞ്ജു ഫോളോ ചെയ്യുന്നത്. കൃത്യമായി വിശ്രമിക്കാനും പാട്ട് കേൾക്കാനും മോട്ടിവേഷൻ, അങ്ങനെ കൃത്യമായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് കൺസിസ്റ്റൻസിയാണ്. അതായത് ഒരു ദിവസം ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, പിറ്റേ ദിവസം മടി പിടിച്ചിരിക്കുന്ന പരിപാടിയൊന്നും മഞ്ജുവിന്റെ നിഘണ്ടുവിലില്ല. കൺസിസ്റ്റൻസിയാണ് മഞ്ജുവിന്റെ മെയിൻ പ്രോഗ്രാം.